നമസ്കാരം. ജനാധിപത്യത്തിൽ പൗരനും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം വളരെ വിചിത്രമാണല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. തിരഞ്ഞെടുപ്പ് ദിവസം നമ്മളാണ് യജമാനന്മാർ. പക്ഷേ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ വെറും അപേക്ഷകരായി മാറുന്നു. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. 5 വർഷത്തിൽ ഒരു ദിവസം മാത്രം യജമാനനാകുന്ന ഒരു സാധാരണ പൗരന്റെ അവകാശങ്ങളെയും അധികാരങ്ങളെയും കുറിച്ച്. നമ്മുടെ ഭരണഘടനയുടെ തുടക്കം തന്നെ ഈ വാക്കുകളിലാണ്: നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ. എന്താണിതിന്റെ അർത്ഥം? വളരെ ലളിതമാണ്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ, യജമാനന്മാർ, അത് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന സാധാരണ ജനങ്ങളാണ്. എല്ലാ അധികാരവും തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ഷൻ ദിവസം നമ്മൾ രാജാക്കന്മാരാണ്. നമ്മുടെ ഒരൊറ്റ വിരൽത്തുമ്പിൽ ഓരോ നേതാവിന്റെയും ഭാവി തീരുമാനിക്കപ്പെടും. പക്ഷെ ആ ഒരു ദിവസം കഴിഞ്ഞാലോ? അടുത്ത 1824 ദിവസവും നമ്മൾ വെറും അപേക്ഷകരായി മാറുകയാണ്. ഓരോ ചെറിയ കാര്യത്തിനും സർക്കാർ ഓഫീസുകളുടെ വരാന്തയിൽ കാത്തു നിൽക്കേണ്ടി വരുന്നവർ. എങ്ങനെയാണ് യജമാനനായ പൗരൻ ഈ അപേക്ഷകന്റെ റോളിലേക്ക് മാറുന്നത്? അപ്പോ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. അവകാശങ്ങൾ. അതായത് ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങൾ കടലാസിൽ എങ്ങനെയാണ്, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച്. അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെയെല്ലാം മൗലികാവകാശമാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? സർക്കാരിനെയോ ഏതെങ്കിലും ഒരു നയത്തെയോ വിമർശിച്ച് എന്തെങ്കിലുമൊന്ന് തുറന്നു പറഞ്ഞാൽ മതി, അടുത്ത നിമിഷം നമ്മുടെ മേൽ ഒരു ലേബൽ വീഴും: രാജ്യദ്രോഹി. നമ്മുടെ അഭിപ്രായം ശരിയാണോ തെറ്റാണോ എന്ന് പോലും തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളായി മാറിയിരിക്കുന്നു. ഇതൊരു രസകരമായ നിരീക്ഷണമാണല്ലേ? നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഭരണാധികാരികൾക്ക് അസ്വസ്ഥതയോ ഒരു നെഞ്ചുവേദനയോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ജനാധിപത്യം ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നതെന്നാണ്. ചോദ്യം ചോദിക്കുന്നതൊരു കുറ്റമല്ല, അത് ഓരോ പൗരന്റെയും കടമയും അവകാശവുമാണ്. ശരി, ഇനി നമുക്ക് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊന്ന് നോക്കാം. അവർക്കിടയിൽ ചില അലിഖിത നിയമങ്ങളൊക്കെയുണ്ട്. അവരുടെ ഒരു കളിപ്പുത്തകം എന്നു വേണമെങ്കിൽ പറയാം. ചില രാഷ്ട്രീയക്കാരുടെ പെരുമാറ്റം കണ്ടാൽ അവർക്കെന്തോ ചില പ്രത്യേക അവകാശങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നും. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭരണഘടനയേക്കാൾ വലുതാണ് തങ്ങളെന്ന ഒരു ഭാവമാണ്. പാർട്ടികൾ മാറുന്നതും പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നതുമൊക്കെ ഈ പ്രത്യേക അവകാശങ്ങളുടെ ഭാഗമാണെന്ന് അവർ കരുതുന്നുണ്ടാവാം. ഈയിടെയായി ജനസേവനത്തിന് ചില പുതിയ രീതികളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പില് ജയിച്ചാലുടൻ നേരെ റിസോർട്ടിലേക്ക് താമസം മാറുന്നു. നിയമസഭയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുന്നിലിരിക്കുന്ന മൈക്ക് ഒടിക്കുന്നു. അല്ലെങ്കിൽ ജയിപ്പിച്ച പാർട്ടിയെയും ജനങ്ങളെയും മറന്ന് നേരെ എതിർ പാർട്ടിയിലേക്ക് ചാടുന്നു. ഇതൊക്കെയാണ് ജനസേവനത്തിന്റെ പുതിയ രീതികൾ. ശരിക്കും ഒരു വിരോധാഭാസം തന്നെ. ഓക്കെ, നമ്മൾ ഇതുവരെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാം. ഈ അധികാര ദുർവിനിയോഗത്തെ ജനങ്ങളായ നമുക്കെങ്ങനെ നേരിടാം? നമ്മുടെ തിരിച്ചടി എന്തായിരിക്കണം? പൂമ്പാറ്റ, ബാലരമ, മലർവാടി, ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു പഴയകാലം ഓടിവരുന്നില്ലേ? ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഇവയൊക്കെ വായിച്ചു വളർന്നൊരു കാലം. സ്നേഹത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചത് ഒരുപക്ഷേ അവിടെ നിന്നായിരിക്കാം. അപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: രാഷ്ട്രീയക്കാര് നമ്മളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച ആ സ്നേഹവും മനുഷ്യത്വവുമൊക്കെ എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഇതിനെയെല്ലാം നേരിടാൻ നമ്മുടെ കയ്യിൽ ഒരൊറ്റ ആയുധമേ ഉള്ളൂ. അതാണ് ഭരണഘടനാപരമായ സാക്ഷരത. നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന നേതാക്കൾ നമ്മുടെ യജമാനന്മാരല്ല, മറിച്ച് നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി നമുക്കുവേണ്ടി ജോലി ചെയ്യേണ്ട സേവകരാണെന്ന് തിരിച്ചറിവ്. ആ ഒരൊറ്റ തിരിച്ചറിവ് മതി. അപ്പോ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഇതൊക്കെയാണ്. വിവരാവകാശ നിയമം ഉപയോഗിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുക. നേതാക്കൾ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വികസനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അവരുടെ വിഭജന അജണ്ടകളെ പൂർണ്ണമായി അവഗണിക്കുക. എല്ലാറ്റിനുമുപരി നമ്മുടെ ഭരണഘടനയെയും അവകാശങ്ങളെയും കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുക. അവസാനമായി ഒരു ചോദ്യം മാത്രം: ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ നേതാക്കന്മാർ കണ്ണടയ്ക്കുമ്പോൾ ഒരു പൗരനെന്ന നിലയിൽ നിങ്ങളുടെ യഥാർത്ഥ അവകാശങ്ങളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും നിങ്ങൾ കണ്ണു തുറക്കാൻ തയ്യാറാണോ? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു.